വിമാന ടിക്കറ്റ് ബുക്കിംഗ് റീഫണ്ട് പരിഷ്കരണവുമായി DGCA. ജബൽ അക്തറിൽ വിമാനത്താവള പദ്ധതിക്ക് നടപടി. മനുഷ്യസാഗരം തീർത്ത് മബല KMCC ഗ്രാൻഡ് ഇഫ്താർ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. വിമാനയാത്രക്കാർക്ക് ആശ്വാസമായി പുതിയ പരിഷ്കരണങ്ങൾ. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന ടിക്കറ്റ് ബുക്കിംഗ് റീഫണ്ട് വ്യവസ്ഥകൾ പരിഷ്കരിച്ച് ഉത്തരവിറക്കി. ഈ വർഷം മാർച്ച് 36 മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. യാത്രക്കാരന് കൂടുതൽ സുതാര്യതയും വേഗത്തിലുള്ള റീഫണ്ടും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പുതിയ നിർദ്ദേശപ്രകാരം ബുക്കിംഗ് നടത്തിയതിനു ശേഷം 48 മണിക്കൂറിനകം ടിക്കറ്റ് റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്താൽ അധിക ചാർജ് ഈടാക്കാൻ പാടില്ല. മാറ്റം വരുത്തുന്ന യാത്രക്ക് ബാധകമായ നിലവിലെ സാധാരണ നിരക്ക് മാത്രമേ ഈടാക്കാവൂ. യാത്രക്കാർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ ലുക്കിൻ ഓപ്ഷൻ നൽകണമെന്നും എയർലൈൻസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ബുക്കിംഗ് തീയതി മുതൽ 7 ദിവസത്തിനകം പുറപ്പെടുന്ന ആഭ്യന്തര സർവീസുകൾക്ക് 15 ദിവസത്തിനകം പുറപ്പെടുന്ന അന്താരാഷ്ട്ര സർവീസുകൾക്കും ഈ സൗകര്യം ബാധകമല്ല. ആദ്യ 48 മണിക്കൂറിന് ശേഷം റദ്ദാക്കുകയാണെങ്കിൽ നിലവിലുള്ള ചാർജുകൾ ബാധകമാകും. നോൺ റീഫണ്ടബിൾ ടിക്കറ്റുകൾ പോലും UDF, ADF, PSF തുടങ്ങിയ നിയമപരമായ നികുതികൾ തിരികെ നൽകണം. റീഫണ്ട് പ്രക്രിയ 14 പ്രവൃത്തി ദിവസത്തിനകം പൂർത്തിയാകണമെന്നും നിർദ്ദേശം. മെഡിക്കൽ എമർജൻസി സാഹചര്യങ്ങളിൽ റീഫണ്ടോ ക്രെഡിറ്റ് ഷെൽ സൗകര്യമോ നൽകണമെന്നും DGCA വ്യക്തമാക്കി. ട്രാവൽ ഏജന്റ് മുഖേന ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്കും റീഫണ്ട് ഉത്തരവാദിത്വം എയർലൈൻസിനു തന്നെയായിരിക്കും. യാത്രക്കാരന് അനുകൂലമായ ഈ പരിഷ്കരണങ്ങൾ ഇന്ത്യയിലെ വിമാനയാത്ര കൂടുതൽ സുതാര്യമാക്കുമെന്നാണ് വിലയിരുത്തൽ. ഒമാനിൽ പ്രാദേശിക വിമാനത്താവള വികസന പദ്ധതികൾക്ക് വേഗം കൂട്ടി ഒമാൻ എയർപോർട്ട്സ്. ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള ഗതാഗത ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ജബൽ അക്തറിൽ പുതിയ വിമാനത്താവളത്തിനും മസീറ ദ്വീപിലെ നിലവിലെ വിമാനത്താവള വികസനത്തിനുമായി ടെൻഡറുകൾ ക്ഷണിച്ചു. ജബൽ അൽ അക്ദർ വിമാനത്താവളത്തിനായുള്ള എയ്റോനോട്ടിക്കൽ പഠന ടെൻഡർ മാർച്ച് 12-നകം സമർപ്പിക്കണം. മസീറ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടത്തിന്റെ ഡിസൈൻ ആൻഡ് ബിൽ ജോലികൾക്കുള്ള ടെൻഡർ മാർച്ച് 21-നകം നൽകണം. ഇരുവിടങ്ങളിലുമായി പ്രീ ഫാബ്രിക്കേറ്റഡ് ഘടനയുള്ള ടെർമിനൽ കെട്ടിടങ്ങളുടെ ഡിസൈൻ നിർമ്മാണത്തിനും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ജബൽ അൽ അക്ദർ, റാസ് അൽ ഹദ്, മസീറ വിമാനത്താവളങ്ങളുടെ സാങ്കേതിക സാമ്പത്തിക പഠനം പൂർത്തിയായതായി CAA അറിയിച്ചു. നിലവിൽ മസീറ വിമാനത്താവളം പ്രധാനമായും റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാന്റെ സൈനിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. മസ്കത്തിൽ നിന്ന് സെലാം എയർ പരിമിതമായ ആഭ്യന്തര സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ നിലവിലെ സൗകര്യങ്ങൾ പരിമിതമായതിനാൽ പുതിയ സിവിൽ പാസഞ്ചർ ടെർമിനൽ നിർമ്മിക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. വൈകിട്ട് 6-ന് ശേഷം ഫെറി സർവീസ് ഇല്ലാത്തത് മസീറ ദ്വീപ് നിവാസികൾക്ക് വലിയ വെല്ലുവിളിയാണ്. അടിയന്തര ആരോഗ്യ സാഹചര്യങ്ങളിൽ വ്യോമസേവനമാണ് പ്രധാന ആശ്രയം. ഇതിനിടെ ദാഖിലിയ ഗവർണറേറ്റിലെ ജബൽ അബ്ദറിൽ പുതിയ വിമാനത്താവളം വരുന്നത് വിനോദസഞ്ചാര മേഖലക്ക് കരുത്തേകുമെന്ന് വിലയിരുത്തൽ. 2025-ൽ മാത്രം ജബൽ അക്തറിൽ 2,25,151 സന്ദർശകരാണ് എത്തിയത്. മുൻ വർഷത്തേക്കാൾ വർധന രേഖപ്പെടുത്തി. നിലവിൽ റോഡ് മാർഗം മാത്രമുള്ള ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വിമാനത്താവളം വരുന്നത് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. അതേസമയം സുഹാർ അന്താരാഷ്ട്ര വിമാനത്താവള വികസനവും മുസന്തത്തിൽ പുതിയ വിമാനത്താവളം സ്ഥാപിക്കലും ഉൾപ്പെടെ സുൽത്താനേറ്റിലെ വിവിധ വിമാനത്താവള വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അധികൃതർ. ഒമാനിലെ ടൂറിസവും പ്രാദേശിക കണക്ടിവിറ്റിയും ശക്തിപ്പെടുത്താനുള്ള വലിയ നീക്കമായി വിമാനത്താവള വികസന പദ്ധതികൾ വിലയിരുത്തുന്നു. ജനസാഗരം തീർത്ത് മബലെ KMCC ഗ്രാൻഡ് ഇഫ്താർ. മസ്കത്ത് KMCC മബലെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫാമിലി ഗ്രാൻഡ് ഇഫ്താറിൽ ഏകദേശം 3500 പേർ പങ്കെടുത്തു. മബല അസാദി ഫുട്ബോൾ ഗ്രൗണ്ടിലായിരുന്നു സമൂഹ നോമ്പുതുറ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി. 100ഓളം വളണ്ടിയർമാരാണ് ഇഫ്താർ നിയന്ത്രിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രാൻഡ് ഇഫ്താറുകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.